ഹായ് ഫ്രണ്ട്സ്, പവർ ടെക് ഫോർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫ്ലോട്ട് സ്വിച്ച് വഴി കിണറ്റിലെ വെള്ളം കഴിഞ്ഞാൽ മോട്ടോർ എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചെയ്ത് കാണിക്കാനും വേണ്ടിയിട്ട് 16 ആമ്പിയറിൻ്റെ കോണ്ടാക്ടർ എടുത്തിട്ടുണ്ട്. ഈ കോണ്ടാക്ടർ 240 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന കോണ്ടാക്ടറാണ്. പിന്നെ ഫ്ലോട്ട് സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് സ്വിച്ചുമല്ല ഞാൻ ഒരു കണക്ടർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലോട്ട് സ്വിച്ചിൽ നിന്ന് 3 വയറായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ 3 വയർ ഞാൻ കണക്ടറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ചെയ്ത് കാണിക്കുന്നത് കിണറ്റിൽ വെള്ളം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടോർ ഓഫ് ആവും വേണം. ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടോർ ഓഫ് ആവും വേണം. ഇങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ടാങ്കിൽ വെള്ളം കഴിഞ്ഞാൽ മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവണം. കിണറ്റിൽ വെള്ളം കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ആവാനും പാടില്ല. അതിൻ്റെ കണക്ഷനാണ് ഞാൻ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത്. ഈ വീഡിയോ ചെയ്ത് കാണിക്കാനും വേണ്ടിയിട്ട് 2 ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ആവശ്യം വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു ഫ്ലോട്ട് സ്വിച്ച് ഉണ്ടായതുകൊണ്ട് ഒരു ഫ്ലോട്ട് സ്വിച്ചിൻ്റെ പകരം ഞാൻ 2 വേ സ്വിച്ചാണ് എടുത്തിട്ടുള്ളത്. ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ അതേ കണക്ഷൻ തന്നെയാണ് ഈ 2 വേ സ്വിച്ചിന് വരില്ല. ഈ 2 വേ സ്വിച്ചിൻ്റെ അതേ കണക്ഷനാണ് ഈ ഫ്ലോട്ട് സ്വിച്ചിന് വരിക. അതിന് പകരം ഞാൻ ഒരു 2 വേ സ്വിച്ചാണ് എടുത്ത് കാണിക്കുന്നത്. സപ്ലൈ കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു കോഡ് വയർ എടുത്തിട്ടുണ്ട്, ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. ഇനി ഈ കോണ്ടാക്റ്റിൽ എങ്ങനെ ഇതിനെ കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 പിൻ കോഡ് വയറിലുള്ള ഫേസ് വയർ കണക്ട് ചെയ്തിട്ടുള്ളത് 2 വേ സ്വിച്ചിൻ്റെ അടിയത്തെ പോളിലാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 2 പിൻ കോഡ് വയറിൻ്റെ ന്യൂട്രൽ വയർ കണക്ട് ചെയ്തിട്ടുള്ളത് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ബ്ലാക്ക് വയറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 2 വേ സ്വിച്ചിൻ്റെ സെൻട്രത്തെ പോളിൽ നിന്ന്, അതായത് ഫേസ് വയർ കോണ്ടാക്റ്റിൻ്റെ കോയിലിൻ്റെ ഫേസ് വയറായിക്കാണ്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് സ്വിച്ചിൻ്റെ റെഡ് വയറിൽ നിന്ന്, അതായത് ന്യൂട്രൽ വയർ കോണ്ടാക്റ്റിൻ്റെ കോയിലിക്ക് ന്യൂട്രായിക്കാണ്ട് ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കണക്ഷനൊക്കെ കോണ്ടാക്റ്റിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കോണ്ടാക്റ്റുമായി ഞാൻ ഒരു ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബൾബ് കത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ സപ്ലൈ കൊടുത്ത്, ഈ കാണുന്നിടത്ത് സപ്ലൈ കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ബൾബ് കത്തുള്ളൂ. ഇതിപ്പോൾ കോയിലിൻ്റെ കണക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ആ ബൾബ് കത്താനുള്ള കോയിൽമെന്ന് നേരെ സപ്ലൈ ഇതിമക്ക് എടുക്കുക. ഈ അതിൻ്റെ കണക്ഷനൊന്ന് നോക്കാം. ഇതിപ്പോൾ വീഡിയോ ചെയ്ത് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇത് മോട്ടറിൻ്റെ കണക്ഷനാണെന്നുണ്ടെങ്കിൽ ഇതിൽ 4mm വയറോ അല്ലെങ്കിൽ 2.5 വയറോ ആയിരിക്കും ഉണ്ടാവുക. ചെറിയ വയർ, അതായത് 1 സ്ക്വയറിൻ്റെ വയറൊന്നും ചെയ്യരുത്. 1 സ്ക്വയറിൻ്റെ വയർ ഈ കോയിൽക്കുള്ള വയർ മാത്രം 1 സ്ക്വയറിൻ്റെ വയറാക്കുക, അതായത് കോയിൽക്കുള്ള സപ്ലൈ മാത്രം. ഇനി ആ ബൾബുക്കുള്ള സപ്ലൈൻ്റെ കണക്ഷനൊന്ന് കൊടുക്കാം. അങ്ങനെ ബൾബുക്കുള്ള സപ്ലൈൻ്റെ കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ 2 വേ സ്വിച്ച് ഫ്ലോട്ട് സ്വിച്ചാണ് സങ്കല്പിക്കുക. അതായത് ഫ്ലോട്ട് സ്വിച്ച് താന്ന് കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആവും, അതായത് ഫേസ് കട്ടാവും. അതായത് കിണറ്റിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് സ്വിച്ച് താന്ന് കിടക്കും, അപ്പോൾ ഫേസ് കട്ടാവും, അപ്പോൾ കോണ്ടാക്റ്റ് ഓഫ് ആവും. അങ്ങനെ മോട്ടർ ഓഫ് ആവും. വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പൊന്തിയൊക്കെ എടുക്കുള്ളൂ. അതേപോലെ തന്നെ ടാങ്കിലും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.